TM മിട്ടൻ്റെ ഇടുക്കിയിലെ നായാട്ട് കഥകളുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപ് ചെയ്ത 5 വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴെയും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രാദേശിക നായാട്ട് കഥകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചാരുതയുണ്ട്. അതുമല്ല, ഏകദേശം 100 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ നടന്ന ഇത്തരം കഥകൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ എത്തിക്കും. വനത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും പുതിയ പുതിയ അറിവുകളും കിട്ടും. ഒരിക്കൽ മാക്കൽ അച്യുതൻ എന്നോട് പറഞ്ഞു, നമുക്ക് പട്ടിയെയും കൊണ്ടൊരു നായാട്ടിന് പോകാം. എനിക്കൊരു പട്ടിയുണ്ട്, വളരെ മിടുക്കനാണ്. പന്നി, മ്ലാവ് മുതലായ മൃഗങ്ങളെ തടുത്തു നിർത്തും. അങ്ങനെ തടുത്തു നിർത്തിയിട്ടുള്ള പല മൃഗങ്ങളെയും കിട്ടിയിട്ടുണ്ട്. പലതും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതൊക്കെ തോക്കിൻ്റെ കുഴപ്പം കൊണ്ടും വെടിക്കാരൻ്റെ കഴിവുകേട് കൊണ്ടുമാണ്. നാനാരെ, താങ്കൾ നല്ല വെടിക്കാരനാണ്. തോക്കാണെങ്കിൽ 5 വെടി പൊട്ടിക്കാവുന്നതും. പോയാൽ പിഴയ്ക്കില്ല, തീർച്ചയാണ്. അപ്പോഴെന്നാണ് പോവേണ്ടത്? പിറ്റേന്ന് തന്നെ ഞങ്ങൾ 2 പേരും കൂടി നേരിമംഗലത്തെത്തി. അച്യുതൻ ഞങ്ങൾ കൃഷിക്കാരനാണ്. മിക്കവാറും നേരിമംഗലത്താണ് താമസം. നായാട്ട് പട്ടിയും നേരിമംഗലത്താണ്. 10 മണിയോടുകൂടി പുഴയരികിലുള്ള കൊടുങ്കാട്ടിൽ കൂടി ഞങ്ങൾ പട്ടിയുമായിട്ട് കിഴക്കോട്ട് തിരിച്ചു. ഒരിടത്ത് വെച്ച് പട്ടി ഒരു മ്ലാവിനെ ഓടിച്ചെങ്കിലും അത് പുഴയിൽ ചാടി അക്കരെ നീന്തി കടന്നുപോയി. കാണുവാൻ പോലും കഴിഞ്ഞില്ല. പട്ടി അപ്പോഴും പുഴവക്കൽ നിന്നുകൊണ്ട് മറുകരയ്ക്ക് നോക്കി കുരയ്ക്കുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മൃഗം ചാടിപ്പോയ കാൽപ്പാടുകൾ കണ്ടു. വീണ്ടും കിഴക്കോട്ട് യാത്ര തുടർന്നു. പട്ടി അപ്പോഴും അവിടെ തന്നെ നിലയാണ്, കുരയും നിർത്തുന്നില്ല. ഉടനെ അച്യുതൻ തിരിച്ചു വന്ന് പട്ടിയെ ശാസിച്ചു. അത് കാര്യം മനസ്സിലാക്കി യജമാനന്റെ കൂടെ തിരിച്ചു. ഞങ്ങൾ ചെമ്പൻകുഴിയിലെത്തി. അപ്പോൾ അകലെ നിന്നും പട്ടിയുടെ കുര വീണ്ടും കേൾക്കാം. ചെന്ന് നോക്കിയപ്പോൾ നിലനിരപ്പിൽ നിന്നും 10 അടി പൊക്കമുള്ള ഒരു സ്ഥലത്ത് നിറയെ പന്നികളാണ്. അത് പട്ടിയെ ഉപദ്രവിക്കുവാനായിട്ട് പാഞ്ഞു വരുന്നു. പന്നിയുടെ തട്ട് കൊള്ളാതെ മാറി മാറി നിന്നുകൊണ്ട് പട്ടി കുരയും തുടങ്ങി. പന്നികൾ മൊത്തം 20ഓളം വരും. ഏറ്റവും വലുതിനെ നോക്കി ഞാൻ നിറയൊഴിച്ചു. അത് ഓടിപ്പോയി. പിന്നെയുള്ളതിൽ വലുതിനെ നോക്കി പിന്നെയും വെച്ചു വെടി. അതോടെ എല്ലാം കൂട്ടയോട്ടം തുടങ്ങി. ഈ കൂട്ടയോട്ടത്തിൻ്റെ ഇടയിൽ 2 വെടിയും കൂടെ വെച്ചു. ചെന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം വെടികൊണ്ട് ചത്തു കിടക്കുന്നു. അച്യുതനും ഞാനും കൂടി വെടിയേറ്റോടിയ വലിയ പന്നിയെ നോക്കിക്കൊണ്ട് നേരെ കിഴക്കോട്ട് തിരിച്ചു. പിന്തുടരുവാനായിട്ട് അടയാളം ധാരാളമുണ്ട്. പട്ടി കുറച്ച് മുൻപിലായിട്ട് കുരയ്ക്കുന്നുമുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒന്നും കണ്ടുകിട്ടിയില്ല. പട്ടി പിന്നെയും മുൻപോട്ട് പോയി. എന്നിട്ട് കുരയും തുടങ്ങി. ഞങ്ങൾ പിന്നാലെ ചെന്നു. ഇത്തവണ പന്നിയെ കണ്ടു. വളരെ വലുതാണ്. അത് പട്ടിയെ കൊല്ലുവാനുള്ള ശ്രമമാണ്. പട്ടിയുടെ നേരെ പന്നി ഓടി വന്നു. ഉടനെ എൻ്റെ അടുത്ത വെടിയും പൊട്ടി. തലയ്ക്ക് തന്നെയാണ് തറച്ചത്. വെടിത്തറയിൽ മറയുകയും ചെയ്തു. ഒരു 20 തുലാത്തോളം വരും. തേറ്റ രണ്ടും കൊച്ചരിവാളിൻ്റെ വലിപ്പമുണ്ട്. അതുകൊണ്ടൊരു തട്ടേറ്റാൽ മതി. മനുഷ്യനായാലും മൃഗമായാലും 2 കഷ്ണമാവും. അത്ര ഭയങ്കരനാണവൻ. പന്നികളെ തടുത്തു നിർത്തുന്ന വേട്ടപ്പട്ടികളുണ്ടല്ലോ, അവയെല്ലാം ചാകുന്നത് പന്നിയുടെ തട്ടേറ്റാണ്. മനുഷ്യരെയും പന്നികൾ മാരകമായിട്ട് മുറിവേൽപ്പിക്കാറുണ്ട്. വെടിയേറ്റ പന്നി, കടുവ, കരടി, കടമാൻ, പോത്ത് ഇവയുടെ പിന്നാലെയുള്ള പോക്ക് വളരെ അപകടമാണ്. ഇങ്ങനെ പോയ പലരും മരിച്ചിട്ടുമുണ്ട്. ചിലരാവട്ടെ വലിയ പരിക്കുമായിട്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അതൊന്നും കണക്ക് കൂട്ടാതെ രസം പിടിച്ചങ്ങ് പോവും. അതാണല്ലോ നായാട്ടിൻ്റെ രസവും. 4 വെടിയാണല്ലോ വെച്ചത്. അതിൽ 2-നെയല്ലേ കണ്ടുള്ളൂ. ഞങ്ങൾ പിന്നെയും അന്വേഷിച്ചു. കാൽപ്പാട് നോക്കിപ്പോയി. ഒരു 500 അടി ചെന്നപ്പോൾ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ അടയാളമൊന്നും കണ്ടില്ല. ഒരു വെടി കൊണ്ടില്ലെന്ന് വേണം കരുതുവാനായിട്ട്. ഏറ്റവും ചെറുതിനെ തണ്ടിട്ട് ചുമന്ന് ഞങ്ങൾ നേരിമംഗലത്തിന് തിരിച്ചു. 1/2 മൈൽ ചുമന്നതേയുള്ളൂ. ഞാനങ്ങ് വിഷമിച്ചു പോയി. ഇനി ചെങ്ങാടം കെട്ടി പുഴയിലൂടെ പോവുകയും നിവൃത്തിയുള്ളൂ. അങ്ങനെ തന്നെ ചെയ്തു. സന്ധ്യയായപ്പോഴേക്കും നേരിമംഗലം കടവിലെത്തി. പിറ്റേന്ന് അച്യുതനെയും വേറെ ചുമട്ടുകാരെയും കൂട്ടി മറ്റു 2 എണ്ണത്തിനെയും ചുമന്നുകൊണ്ടുവന്നു. എൻ്റെ വീതം മാംസം ചുമക്കുവാൻ തന്നെ 4 ചുമട്ടുകാർ വേണ്ടി വന്നു. ആകെ 30 തുലാ മാംസത്തിലേറെ ഉണ്ടായിരുന്നു. ഈ പട്ടിയെ കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെയും പല നായാട്ടുകൾ നടത്തി. നിരവധി മൃഗങ്ങൾ കിട്ടുകയും ചെയ്തു. ഒരു ദിവസം പന്നിയുടെ തട്ടയേറ്റ് തന്നെ ആ പട്ടിയും ചത്തു. പന്നിയെ തടുക്കുന്ന പട്ടിക്ക് അധികം ആയുസ് കിട്ടാറില്ല. എന്നാൽ ഇതിന് കൂടുതൽ ആയുസ്സുണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിവിശേഷമായിരുന്നു അതിന് കാരണം. ഈ പട്ടി പന്നിയോട് അധികം അടുക്കില്ല. വളരെ അകലെ നിന്നാണ് കുരയും തടുത്തു നിർത്തലും. എന്നിട്ടും ഒരിക്കൽ അതിന് അപകടം പറ്റി. കാരണം പന്നിയുടെ വരവ് മിന്നൽ വേഗത്തിലാണ്. പട്ടിക്കത്ര വേഗമില്ല. ഒരിക്കൽ ഞാൻ പന്നിയിൽ നിന്നും പരിക്കേൽക്കാതെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു സംഭവം ഓർത്തു പോവുകയാണ്. പന്നിയെ തടുക്കുന്നൊരു വേട്ടപ്പട്ടിയുമായിട്ട് ഞാൻ കാട് തിരയുന്ന സമയം പെട്ടെന്ന് പട്ടി കുരയ്ക്കുന്നത് കേട്ടു. തോക്കും അർമാദിച്ചു പിടിച്ചുകൊണ്ട് എന്തിനും തയ്യാറായിട്ട് ഞാൻ അവിടേക്ക് ചെന്നു. എൻ്റെ നേരെ മുൻവശത്താണ് പട്ടി നിൽക്കുന്നത്. പൊടുന്നനെ പന്നി കുതിച്ചു വന്നു. എന്നിട്ട് പട്ടിക്കിട്ടൊരു തട്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പട്ടി പൊടുന്നനെ മാറിക്കളഞ്ഞു. അതോടെ അതിൻ്റെ വരവ് എൻ്റെ നേർക്കായി. ഞാൻ അറിയാതെ തോക്ക് മുൻപോട്ട് നീട്ടി. പന്നിയുടെ തലയാണ് തോക്കിൽ വന്നടിച്ചത്. ഞാൻ തോക്കോടുകൂടി പുറകോട്ട് മറിഞ്ഞു വീണു. എൻ്റെ തോക്ക് റൈഫിൾ ആയതുകൊണ്ട് അത് വളഞ്ഞില്ല. നാടനോ ഡബിൾ ബാരലോ ആയിരുന്നുവെങ്കിൽ കുഴൽ വളഞ്ഞു പോയേനെ.
ആ ഇടിക്ക് അത്രയേറെ ശക്തി ഉണ്ടായിരുന്നു. ആ ഇടിയോടുകൂടി കാഞ്ചി വലിച്ചിരുന്നുവെങ്കിൽ പന്നിയുടെ കഥയും തീരുമായിരുന്നു. പക്ഷെ പറ്റിയില്ല. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു. ഇതാണ് പന്നിയുടെ ആക്രമണ രീതി. കടമാൻ പോത്താണെങ്കിൽ ദൂരെ നിന്നും വരുന്നത് കണ്ട് മാറി നിന്ന് വെടിവെക്കുവാനും മറ്റുമൊക്കെ ധാരാളം സമയം കിട്ടും. എന്നാൽ പന്നി ചെറിയ മൃഗമല്ലേ, അതുകൊണ്ട് അതിന് വേഗം കൂടും. അതുകൊണ്ടാണ് ഇത്രയേറെ അപകടവും. നിവൃത്തിയുണ്ടെങ്കിൽ വെടിയേറ്റ മൃഗത്തിൻ്റെ പിന്നാലെ പോവരുത്, പോകാതെ നോക്കണം. വെടിവെക്കുന്നത് നല്ല സ്ഥാനം നോക്കി വേണം. അങ്ങനെയാണെങ്കിൽ പുറകെ പോകേണ്ടി വരില്ല. വെടിയേറ്റ പന്നി വെടിത്തറയിൽ മറിഞ്ഞില്ലെങ്കിൽ പിന്നാലെ പോവരുത്, ഉപേക്ഷിച്ചേക്കണം. അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പ്രതിവിധി ഇതാണ്. ഒരിക്കൽ ഞാനും മാക്കൽ കുഞ്ഞിനും കൂടി നേര്യമംഗലം കണ്ടത്തിന് കിഴക്ക് വശമുള്ള കാട്ടിൽ മ്ലാവിൻ്റെ തീറ്റയോ പടിച്ചിലോ ഉണ്ടോ എന്ന് നോക്കുവാനായിട്ട് പോയി. കിഴക്കേ അറ്റത്തുള്ള മുടിയിൽ വരയാടിനെയും നോക്കി, ഒന്നിനെയും കണ്ടില്ല. ചെമ്പൻ കുഴിയിലെ ഒരു ആനയേലി വഴി ഞങ്ങൾ കിഴക്കോട്ട് നടന്നു. മ്ലാവിൻ്റെ പടിച്ചിലുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഈ പോക്ക്. മഞ്ഞുകാലത്ത് മ്ലാവ് ശരീരമാസകലം ചെളി നല്ലതുപോലെ പുരളും വരെ ചേറിക്കിടന്ന് 4 പാടും മറിയും. ഇതിനെയാണ് പടിച്ചിൽ എന്ന് പറയുന്നത്. കുളിരി കാലത്തല്ലാതെ വേനൽക്കാലത്തും മഴക്കാലത്തും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. കുളിരി ഏൽക്കാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതാം. പഴമക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പടിയുന്ന സ്ഥലത്തിനടുത്ത് ഒളി കെട്ടിയിരുന്നാൽ വെടിക്ക് നല്ല തരമാണ്. മ്ലാവ് പടിയുവാനായിട്ട് വരുന്ന വഴിക്ക് വെടിവെക്കാം. മ്ലാവ് പടിയുന്നത് നേരിൽ കാണുവാനായിട്ട് എനിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് നേരിൽ കാണണമെന്നൊരാഗ്രഹം. പടിച്ചിൽ കഴിഞ്ഞിട്ട് വേണം വെടിവെക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചു. അന്ന് വന്നത് ഒരു കൊമ്പൻ മ്ലാവായിരുന്നു. കരിയിലയിൽ അത് ചവിട്ടുന്ന ശബ്ദം ദൂരെ നിന്നും കേൾക്കാം. അതുകൊണ്ട് അകലെ വെച്ച് തന്നെ അതിൻ്റെ വര പറഞ്ഞു. അപ്പോൾ മുതൽ തയ്യാറെടുത്തു. എന്നാൽ അത്ര കണ്ട് ജാഗ്രതമായില്ല. കാരണം പടിച്ചിൽ കഴിഞ്ഞിട്ട് നിറയൊഴിക്കുവാനാണല്ലോ തീരുമാനം. അതുകൊണ്ട് വേണ്ടത്ര തയ്യാറിലുമല്ല ഇരിപ്പ്. കൊമ്പൻ ചെളിയുടെ അടുത്തെത്തി. എന്നിട്ട് 4 വശത്തേക്ക് നോക്കി നിൽക്കുന്നു. നിറയൊഴിക്കുവാനായിട്ട് നല്ല പാകം. തോക്ക് കയ്യിലുമുണ്ട്. കൊത്തി വലിച്ചു വെച്ചിട്ടില്ല എന്ന് മാത്രം. അത് പിന്നീട് മതിയല്ലോ എന്നും വിചാരിച്ചു. പെട്ടെന്നത് ചെളിക്കുഴിയിലേക്ക് ഒരു വീഴ്ചയും ചേറിക്കിടന്നുരുണ്ട ഒരു പിടഞ്ഞു മറിയലും. അടുത്ത നിമിഷം എഴുന്നേൽക്കലും ഓട്ടവും കഴിച്ചു. നിമിഷ നേരം കൊണ്ട് കാട്ടിൽ മറഞ്ഞു. വെടിവെക്കുവാനായിട്ട് ഒത്തില്ല. മൃഗം കൈവിട്ട് പോയതുകൊണ്ടൊരു മനപ്രയാസമുണ്ടായി. എന്ത് ചെയ്യുവാനാണ്? വേറെ ഒരെണ്ണം വന്നേക്കുമെന്ന ആശയിൽ രാവ് മുഴുവനും ഒളിയിലിരുന്നു. അത്ര തന്നെ. പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേന്നും അതേ ഇരിപ്പിരുന്നു. ഒന്നും വന്നില്ല. മ്ലാവിൻ്റെ പടിച്ചിൽ കാണുവാനായിട്ട് കഴിഞ്ഞു എന്നൊരു നേട്ടമുണ്ടായി. പക്ഷേ കൊമ്പൻ മ്ലാവിനെ നഷ്ടപ്പെട്ടു. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടൊരു പ്രയാസം. ഞാനും മാക്കൽ കുഞ്ഞിനും കൂടി 7 വഴി കിഴക്കോട്ട് നടക്കുകയാണ്. ആന നടക്കുന്ന വഴിയാണ്. റോഡ് പോലെ തെളിഞ്ഞ് തുറസായിട്ട് കിടക്കും. അതുകൊണ്ട് കാട്ടിൽ നടക്കുമ്പോൾ ആനയേലി വഴി നടക്കുന്നതാണ് സുഖവും രസകരവും. വെയിലും കൊള്ളണ്ട. അങ്ങനെ പോകുമ്പോൾ കരിയിലയുടെ പുറത്ത് മണൽ വീഴുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അവിടെ നിന്നുകൊണ്ടത് ശ്രദ്ധിച്ചു. പിന്നെയും അത് കേട്ടു. എന്താണെന്ന് വ്യക്തമായില്ല. ഒരല്പം കൂടി മുൻപോട്ട് പോയി. ഒരു വളവാണ്. അതാ അവിടെ ഒരു ഉഗ്രൻ കൊമ്പനാന നിൽക്കുന്നു. അവൻ ദേഹത്ത് മണ്ണ് വാരിയിടുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആനയോട് വളരെയേറെ അടുത്ത് പോയിരുന്നു. ഞാൻ തോക്ക് മുൻപോട്ട് നീട്ടിപ്പിടിച്ച് പുറകോട്ട് നടന്നു. ഇത് അല്പം പുറകിലായിരുന്ന കുഞ്ഞിനും കണ്ടു. അവന് കാര്യം മനസ്സിലായില്ല. അവൻ എൻ്റെ അടുത്തെത്തി നോക്കി. അപ്പോഴുണ്ട് കൊമ്പൻ നിൽക്കുന്നു. കുഞ്ഞൻ ആ 7 വഴി പുറകോട്ടൊരൊറ്റ ഓട്ടം. അവൻ്റെ ഓട്ടത്തിൻ്റെ ഒച്ച കേട്ട് ആന നോക്കി. എന്നെ അത് കണ്ടു. ഞാൻ അപ്പോഴും ഭയന്ന് പുറകോട്ട് നടക്കുകയാണ്. ആനയാവട്ടെ മണ്ണ് വാരിൽ അവിടെ വെച്ച് നിർത്തി. അത് തുമ്പിക്കയും പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് നടന്നു. ഞാൻ വല്ലാതെ ഭയന്നു. എങ്കിലും അല്പം ധൈര്യം ശേഷിച്ചിട്ടുണ്ടായിരുന്നു. പുറകോട്ട് നടന്നാൽ കാല് വല്ലയിടത്തും തട്ടി വീഴുമല്ലോ എന്നോർത്തു. വെടിവെക്കുവാനും പേടി. കാരണം വെടിയേറ്റാൽ ആന അവിടെ തന്നെ മറിയും. പുഴ വളരെ അടുത്താണ്. അവിടെ തോട്ടയിട്ട് മീൻ പിടിക്കുവാനായിട്ട് ഒത്തുകൂടിയിരിക്കുന്ന ആളുകളുടെ സംസാരം ഇവിടെ കേൾക്കാം. വെടിയുടെ ശബ്ദം കേട്ടാൽ അവർ വന്നുവെന്നും ആന കിടക്കുന്നത് കണ്ടുവെന്നും വരാം. അല്ലെങ്കിൽ കുഴപ്പമാണ്. ആന അവിടെ ചത്തു കിടന്നാൽ എളുപ്പം പരസ്യമാവും. ഞാൻ തോക്കുമായിട്ട് കാട്ടിലേക്ക് പോകുന്നത് കണ്ടവർ അനേകമുണ്ട്. എന്തായാലും വെടിവെക്കുന്നത് അപകടമാണ്. പുറകോട്ട് നടന്നുകൊണ്ടാണ് ഈ ആലോചനയെല്ലാം. ആനയുടെ നടപ്പിൻ്റെ വേഗം ഏറി. അത് വളരെ അടുത്തു. ഭയം എന്നെ വല്ലാതെ പിടികൂടുവാനായിട്ട് തുടങ്ങി. പിന്നോട്ട് നോക്കിയപ്പോൾ 9 അടി അകലെയായിട്ട് ഒരു വലിയ ചീനി മരം നിൽക്കുന്നത് കണ്ടു. വലിയ മരത്തിന് വട്ടം ചുറ്റിയാൽ ആനയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മരത്തിൻ്റെ കടക്കിലേക്ക് ഞാൻ തിരിഞ്ഞൊരു ഓട്ടം വെച്ചു കൊടുത്തു. കടക്കിലെത്തിയിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അതാ കൊമ്പനും എൻ്റെ പിന്നാലെ വരുന്നു. ഞാൻ മരത്തിന് മറഞ്ഞു. വലിയ മരമല്ലേ. എന്നെ കാണാത്തതുകൊണ്ട് ആന മരത്തിന് ചുറ്റും നോക്കുകയാണ്. ഞാനാകട്ടെ ഇരുവശത്തേക്ക് നോക്കി നിൽക്കുന്നു. അതാ വരുന്നു തുമ്പിക്കൈ. തൊട്ടു പിന്നാലെ കൊമ്പും. ആനയെ മാത്രം കണ്ടില്ല. അതിവേഗം ഞാൻ മറുവശത്തേക്ക് മാറി. തോക്ക് മർമാദിച്ച് പിടിച്ചുകൊണ്ടാണ് ഈ മാറ്റം. ഉടനെ തിരിഞ്ഞ ആന മറുവശത്തു കൂടി വന്നു. തുമ്പിക്കൈയും കൊമ്പും കാണാം. ഭയം കൂടിക്കൂടി വരികയാണ്. എനിക്ക് ചീനി മരത്തിൻ്റെ കുറച്ച് അകലം വിട്ട് മാറി വേണം മരത്തിനെ ചുറ്റി വരുവാനായിട്ട്. കാരണം ഈ മരത്തിൻ്റെ വേരിന് മരത്തിനോട് അടുത്തുള്ള ഭാഗത്ത് നല്ല പൊക്കമുണ്ട്. അകലേക്ക് മാറിയാൽ അത് കുറയും.
അതുകൊണ്ട് അകലം വിട്ട് നടന്ന് പൊക്കം കുറഞ്ഞിടത്തു കൂടിയാണ് എൻ്റെ ചുറ്റിക്കറക്കം. എന്നാൽ ആനയ്ക്ക് വീടിൻ്റെ പൊക്കം സാരമില്ലല്ലോ, അതിന് നിസ്സാരമായിട്ട് കവച്ച് നടന്നു വരാം. അതുകൊണ്ട് ആനയ്ക്ക് മരത്തിനോടടുത്തായിട്ട് ചുറ്റി വരാം. ഇത് അപകട സാധ്യത വർദ്ധിപ്പിച്ചു. ആന എന്നെ പിടികൂടുമെന്ന് ഞാൻ തീരുമാനിച്ചു. വെടി തന്നെ രക്ഷാമാർഗമെന്ന് ഞാനും ഉറച്ചു. അതിനായിട്ട് തോക്കും നീട്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതാ വീണ്ടും തുമ്പിക്കൈയും കൊമ്പും എൻ്റെ നേർക്ക് വരുന്നു. തുമ്പിക്കൈയിലും കൊമ്പിലും വെടിവെച്ചാൽ എന്താണ് പ്രയോജനം? തല തൊട്ടടുത്ത് കാണണം. തല മുഴുവനും കാണുവാനായിട്ട് നിന്നാൽ അതിനു മുൻപ് തുമ്പിക്കൈ കൊണ്ട് എന്നെ അത് പിടിക്കും. അവസാനം തല കണ്ടതും കണ്ട ഭാഗത്തു നോക്കി നിറയൊഴിച്ചു. റൈഫിളിലെ വെടിയല്ലേ, വെടിയേറ്റില്ലെങ്കിൽ തന്നെയും ശബ്ദം കേട്ടാൽ മതി. ഏതാനയും പിന്നെ മുൻപോട്ടൊന്ന് നീങ്ങുവാനായിട്ട് മടിക്കും. വെടി പൊട്ടിയതും ഒരു ഞരങ്ങൽ കേട്ടു. നിന്ന നിൽപ്പിൽ നേരെയത് മുൻപോട്ടൊരു ഭ്രാന്തനെ പോലെ തട്ടിയും തടഞ്ഞു മൂടിപ്പോയി. ഹാവൂ, എനിക്ക് സമാധാനമായി. ഞാൻ കുറെ കഴിഞ്ഞ് കുഞ്ഞിനെ തിരക്കി. അവനൊരു മരത്തിൻ്റെ മുകളിലാണ്. അതിൻ്റെ ചുവട്ടിലൂടെയാണ് ആന പോയതും. അതുകൊണ്ട് വെടിയേറ്റ പാട് കുഞ്ഞിനെ വളരെ വ്യക്തമായിട്ടും കാണുവാനായിട്ട് കഴിഞ്ഞു. തലയിൽ തെറ്റുവെടി, അതായത് തെറ്റായിട്ടാണ് വെടിയേറ്റിരിക്കുന്നത് എന്ന് കുഞ്ഞൻ പറഞ്ഞു. ഞങ്ങൾ ചോട്ടാലെ ചെന്നു. 2 ഫർലോങ് അകലെയായിട്ട് തോട്ടിലെ വെള്ളത്തിൽ കിടക്കുകയാണ് അവൻ. വളരെ അവശനാണ്. വെടിക്ക് നല്ല സൗകര്യവുമാണ്. പക്ഷെ പാടില്ല, ആരെങ്കിലും വന്നെങ്കിലോ? അപ്പോഴത്തെ മട്ട് കണ്ട് അവൻ അവിടെ തന്നെ അന്തരിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ വേഗം തന്നെ നേര്യമംഗലത്തിന് മടങ്ങി. പിറ്റേ ദിവസം ആനയെ അന്വേഷിച്ചു വന്നു. ആന ആ തോട്ടിലില്ല, കിഴക്കോട്ട് പോയിരിക്കുന്നു. ഞങ്ങളും പിന്നാലെ പോയി. ചില സ്ഥലത്തത് വീണിട്ടുണ്ട്. 1 മൈലോളം കിഴക്കോട്ട് ചെന്നപ്പോൾ ഒരു കൂട്ടം ആനയുടെ കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ വെടിയേറ്റ ആനയുടെ ചുവട് വേർതിരിച്ചറിയുവാനായിട്ട് പ്രയാസമായി. ഞങ്ങൾ നിരാശരായിട്ട് മടങ്ങി. അടുത്ത ദിവസവും ആനയെ നോക്കിയെത്തി. ചെമ്പൻകുഴി, നീണ്ട പാറ, ചേലച്ചോട്, കരിമണൽ, ഈ പ്രദേശമെല്ലാം തിരഞ്ഞു. കണ്ടില്ല. അന്നും മടങ്ങി വളരെ നിരാശയോടെ. ഇനി നോക്കുവാനായിട്ട് പോകേണ്ടതില്ല എന്ന് ഞാനും തീരുമാനിച്ചു. 3-4 ദിവസം കഴിഞ്ഞ് നേര്യമംഗലത്ത് ചെന്നപ്പോൾ ഊരാളികൾ 2 കൊമ്പുമായിട്ട് അവിടെ വന്നുവെന്നറിഞ്ഞു. അന്വേഷിച്ചതിൽ തലയ്ക്ക് വെടിയേറ്റ് കരിമണൽ പ്രദേശത്ത് ചത്തുകിടന്ന ഒരു ആനയുടെ കൊമ്പാണെന്ന് അവർ പറഞ്ഞു. ഞാൻ വെടിയേൽപ്പിച്ച ആനയാണെന്ന് എനിക്ക് മനസ്സിലായി. സാമാന്യം നല്ല തൂക്കമുള്ള കൊമ്പാണ്. അന്നത്തെ നിരക്കിന് 1000 കിട്ടിയേനെ. അതോർത്ത് അല്പം വിഷമവുമുണ്ടായി. ഈ സംഭവത്തിൽ നിന്നും ഒരു പാഠം പഠിച്ചു. ആന ഓടിയെത്തിയാൽ വലിയ മരത്തിന് ചുറ്റിയാൽ മതിയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മരത്തിന് ചുറ്റിയതും അതുകൊണ്ടാണ്. പക്ഷേ അതൊരു രക്ഷാമാർഗമല്ല. മരത്തിൻ്റെ വേരിൻ്റെ കടയോട് ചേർന്ന ഉയരം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അകലത്തിലേ ചുറ്റുവാനായിട്ട് കഴിയൂ. എന്നാൽ ആനയ്ക്ക് അടുത്തുകൂടി ചുറ്റി വരാം. അതിന് നമ്മെ പിടിക്കുവാനും കഴിയും. ചുരുക്കത്തിൽ നല്ല തോക്കുമായിട്ടേ കാട്ടിൽ കയറാവൂ. എന്നാലും ആനയ്ക്കടുക്കുവാൻ ഇടവരാതെ അകലം മാറിപ്പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതം. വല്ല കാരണവശാലും ആനയുമായിട്ട് കൂട്ടിമുട്ടുവാൻ ഇടവന്നാൽ ചരിവുള്ള ഭാഗത്തുകൂടി ഓടണം. അല്ലെങ്കിൽ ഓടി അകലേക്ക് മാറണം. ഉടനെ മരത്തിൽ കയറുവാനായിട്ട് നോക്കുന്നതും അപകടമാണ്. മരത്തിൻ്റെ മുകളിൽ എത്തും മുൻപായിട്ട് ആന പിടിച്ചുവെന്ന് വരാം. വെടിവെച്ചില്ലെങ്കിൽ ഓട്ടം തന്നെ ശരണം. ആനയ്ക്ക് മനുഷ്യൻ ഓടും പോലെ ഇറക്കത്തിൽ വേഗത്തിൽ ഓടുവാനായിട്ട് കഴിയില്ല. എന്നാൽ മറ്റ് മൃഗങ്ങളുടെ കാര്യം അങ്ങനെയുമല്ല. ഇനി ഒരിക്കൽ ഞാൻ ആദ്യമായിട്ട് കരിമ്പുലിയെ കണ്ട കഥ പറയാം. നേര്യമംഗലത്തെ കഴുതക്കയത്തിൽ നഞ്ചിട്ട് കിട്ടിയ മീൻ ഉണക്കിയെടുക്കുവാനായിട്ട് 2 ദിവസമെങ്കിലും വേണം. ആ 2 ദിവസവും പുഴയിൽ താമസിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാനും ചുമട്ടുകാരും കാടൊന്ന് തിരയാമെന്ന് വെച്ചു. ഞങ്ങൾ കയത്തിൻ്റെ അടുത്തുള്ള മറുനാട്ടിൻ തുരുത്തിൽ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കുരങ്ങു കൂട്ടത്തിൻ്റെ മുക്കൽ ശബ്ദം കേട്ടു. ഞാൻ തോക്കെടുത്ത് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. കുരങ്ങിൻ കൂട്ടം മരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ നിലത്തിനോടടുത്ത് ഇറങ്ങി വരുന്നു. ഉടൻ തന്നെ അത് ഭയപ്പെട്ടതുപോലെ ഓടി മുകളിലേക്ക് കയറുന്നു. പിന്നെ വീണ്ടും ഇറങ്ങി വരുന്നു. എന്നിട്ട് വീണ്ടും ഓടിക്കയറും. ഇതിങ്ങനെ അനുസ്യൂതം തുടരുകയാണ്. ഞാൻ ലാക്ക് നോക്കി അടുത്ത് ചെന്ന് തോക്ക് നീട്ടി. അപ്പോഴേക്കും ഒരു വലിയ ശബ്ദം താഴെ നിന്നും കേട്ടു. കുരങ്ങുകൾ അതിവേഗം ഓടിയകന്നു. വെടിവെക്കുവാനായിട്ട് തരമായില്ല. അവയുടെ പിന്നാലെ പോകണമെങ്കിൽ അത്ര എളുപ്പവുമല്ല. പുഴയുടെ തീരം വിട്ട് റിസർവ് ഫോറസ്റ്റ് വഴി ഉള്ളിലേക്ക് പോകണം. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്. കൂടാതെ താഴെ നിന്നും കേട്ട ശബ്ദമാവട്ടെ എന്നെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഞാൻ കാട്ടിൽ നിന്നും പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു കരിങ്കുരങ്ങിനെ മറ്റൊരു കരിങ്കുരങ്ങ് വട്ടം കടിച്ചു പിടിച്ചുകൊണ്ട് മറുനാട്ടിൻ തുരുത്തിലുള്ള കാട്ടിലേക്ക് വീണ് കിടക്കുന്ന ഒരു തടിയിൽ കൂടി നടന്നു പോകുന്നു. കരിങ്കുരങ്ങ് മറ്റൊന്നിനെ കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ്? ഞാൻ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആ കുരങ്ങിനെ കടിച്ചു പിടിച്ചിരിക്കുന്നത് മറ്റൊരു കുരങ്ങല്ല, ഒരു കരിമ്പുലിയാണ്. വെടിവെക്കുവാനായിട്ട് പാകത്തിനടുത്തുമല്ല. ഞാൻ പുഴയിൽ കൂടി ചുമട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. അവിടെ എൻ്റെ വലിയ ജ്യേഷ്ഠനും പുത്തൻകാട് ചെറിയാച്ചേട്ടനും ഉണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞു. ഒറ്റയ്ക്ക് കാട്ടിൽ പോയതിന് 2 പേരും എന്നെ ശാസിച്ചു. ചെറിയ ചേട്ടനാണ് കൂടുതൽ ശാസിച്ചത്. ഞാനൊന്നും മിണ്ടിയില്ല. കാര്യമാണല്ലോ അവർ പറഞ്ഞത്. ഒറ്റയ്ക്ക് കാട്ടിൽ പോയിട്ട് വല്ല അപകടവും പിണഞ്ഞാൽ എന്താണ് ചെയ്യുക? ആരാണ് വിവരം മറ്റുള്ളവരെ അറിയിക്കുക? കരിമ്പുലിയെ കണ്ട ഇടത്തേക്ക് പോയാൽ 2 കാര്യം നടക്കും. 1, പുലിയെ വെടിവെക്കാം. 2, കുരങ്ങിനെ കിട്ടും. ഞാൻ പറഞ്ഞു.
പക്ഷേ എൻ്റെ അഭിപ്രായം അവർ സ്വീകരിച്ചില്ല. മാത്രവുമല്ല അതിലെ അപകടം ചൂണ്ടിക്കാണിച്ച് എന്നെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. മരത്തിന് മുകളിലൂടെ നടന്ന കുരങ്ങുകൾ കരിമ്പുലിയെ കണ്ടു. അപ്പോഴാണ് അവ താഴേക്ക് വന്നത്. അപ്പോഴാണ് അവയിൽ ഒന്നിനെ കരിമ്പുലി പിടിച്ചതും. പേടിച്ചരണ്ട കുരങ്ങുകൾ അവരുടെ ശത്രുവായ കരിമ്പുലിയുടെ അടുത്തേക്ക് തന്നെ വരികയോ? സംശയിക്കണ്ട, ഇങ്ങനെയൊരു രീതി ഇത്തരം മൃഗങ്ങൾക്കുണ്ട്. കടുവ മുരളുന്നത് ഇരയായ മൃഗങ്ങൾ അടുത്തേക്ക് വരുവാനാണ്. ശബ്ദം കേട്ട് ഭയപ്പെട്ട് ഇത്തരം ജന്തുക്കൾ ശത്രുവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലും. ഇതൊരു മാന്ത്രിക വിദ്യ പോലെയാണ്. അതുപോലെ ഞാൻ നേരിൽ കണ്ട മറ്റൊരു സംഭവം വിവരിക്കാം. അടിമാലി ടൗണിന്റെ അടുത്തായിട്ട് പടിഞ്ഞാറ് വശത്ത് പാൽക്കുളം എന്ന പേരിൽ ഒരു കുളമുണ്ടായിരുന്നു. വേനൽക്കാലത്ത് അതിലെ വെള്ളം കുടിക്കുവാനായിട്ട് മ്ലാവുകൾ വരാറുണ്ട്. ഒരിക്കൽ ഞാൻ ആ സ്ഥലത്തൊരു മരത്തിൽ ഒളിയും കെട്ടി മ്ലാവിനെയും കാത്തിരിക്കുകയാണ്. രാത്രി കുറേയായി. ഒരു കടുവയുടെ മുരക്കം പടിഞ്ഞാറ് നിന്നും കേട്ടു. അത് മുരങ്ങി മുരങ്ങി കിഴക്കോട്ട് വരികയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന് ഏതാണ്ട് ഒരു ഫർലോങ് അടുത്തു വരെ അതെത്തി. അപ്പോൾ 2 മ്ലാവുകൾ കിഴക്ക് നിന്നും അതിശീഘ്രം ഓടി വന്നു. എൻ്റെ ഒളിയുടെ താഴെ ഇത് വന്നു. ഒളിയുടെ നേരെ താഴെ ആയതുകൊണ്ട് എനിക്കതിനെ കാണുവാനും വയ്യ. ആ ഭാഗത്ത് നിലാവെളിച്ചവും വേണ്ടത്രയില്ല. അത് കുറച്ചു നേരം അവിടെ നിന്നു. കടുവ മുരങ്ങി മുരങ്ങി ഞാൻ ഇരിക്കുന്നതിന് തെക്ക് വശത്തുള്ള ആനയേലിൽ വന്നു. ഈ ഏലിൽ കൂടിയാണ് പടിഞ്ഞാറ് നിന്നും അത് വന്നതും. ആനകളുടെ മാത്രമല്ല, കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും പൊതുവഴിയാണ് ആനയേല്. ഒളിയും കടുവയും തമ്മിൽ ഇപ്പോൾ 1/2 ഫർലോങ് അകലമേയുള്ളൂ. അതുവരെയും വെറുതെ നിന്നിരുന്ന 2 മ്ലാവും കൂടി അപ്പോഴൊരു ഓട്ടം വെച്ചു കൊടുത്തു. അതും കടുവ മുരങ്ങുന്ന ഇടത്തേക്ക്. അതും എനിക്ക് വെടിവെക്കുവാനായിട്ട് കഴിയാത്തത്ര വേഗത്തിൽ. മുരളൽ കേൾക്കാമെന്നല്ലാതെ കടുവയെ എനിക്ക് കാണുവാനും വയ്യ. കുറച്ചു കഴിഞ്ഞപ്പോൾ കടുവ മ്ലാവിനെ പിടിച്ച ശബ്ദം കേട്ടു. ആ ശബ്ദമാവട്ടെ കുറച്ചു നേരം കേൾക്കാമായിരുന്നു. പിന്നെ ഒരനക്കവുമില്ല. കടുവയുടെ മുരളലുമില്ല. ആ രാത്രിയിൽ ഒരു മൃഗവും പിന്നെ അതുവഴിക്ക് വന്നില്ല. നേരം നല്ലതുപോലെ വെളുത്തപ്പോൾ ഞാൻ ഒളിയിൽ നിന്നും ഇറങ്ങി. അടിമാലിയിൽ ചെന്ന് കാപ്പികുടിയും കഴിഞ്ഞ് ചുമട്ടുകാരുമൊത്ത് കടുവ മ്ലാവിനെ പിടിച്ച സ്ഥലത്ത് വന്നു. എന്നിട്ട് ശ്രദ്ധാപൂർവം നോക്കി. പേടിച്ചാണ് നോട്ടം. മുരങ്ങൾ കേട്ടിട്ട് കടുവ വമ്പനാണെന്ന് തോന്നിയിരുന്നു. അതാണ് പേടിക്കുള്ള കാരണം. കടുവയെ നേരിട്ട് കണ്ടാൽ ആരും ഒന്ന് ഭയപ്പെടും. തോക്ക് കൈവശമുണ്ടായാലും നിറയൊഴിച്ചില്ലെന്ന് വരും. ഭയം നമ്മെ അവശരാക്കി കളയും. ഞാൻ ഒളിയിലിരുന്നാണ് കടുവയെ വെടിവെച്ചിട്ടുള്ളത്. മുകളിൽ ഇരുന്ന് വെടിവെക്കുവാനായിട്ട് ഭയം തോന്നാറില്ല. യാദൃശികമായിട്ട് നിലത്ത് വെച്ച് കടുവയെ കണ്ടുമുട്ടിയിട്ടുമുണ്ട്. അപ്പോഴൊന്നും നിറയൊഴിക്കുവാനും തോന്നിയിട്ടില്ല. സ്തംഭിച്ചു പോയി. അതിനുമുണ്ടല്ലോ പേടി. അതുകൊണ്ട് കടുവയും ഒരു ഓട്ടം വെച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള അനുഭവം ഉള്ളതിനാലാണ് വലിയ ഭയം തോന്നിയത്. നോക്കി നോക്കി ചെന്നപ്പോഴാണ് മ്ലാവ് ചത്തു കിടക്കുന്നു. ഈ കാഴ്ച കണ്ടതും ഒരു ഞെട്ടലോടെ തോക്ക് മുൻപോട്ട് നീട്ടിപ്പോയി. കടുവ അടുത്തെങ്ങുമില്ല. സമാധാനമായി. ഒരു കൊഴുത്ത പെട്ട മ്ലാവാണ്. 1 തുലാം മാംസത്തിന്റെ വക കടുവ തിന്നിട്ടുമുണ്ട്. മ്ലാവിനെ ഞങ്ങൾ ഇഴകെട്ടി അടിമാലിക്ക് കൊണ്ടുവന്നു. വളരെ ഭയപ്പെട്ടാണ് ഞങ്ങൾ അവിടെ അപ്പോൾ നിന്നത്. കാരണം അവിടെ കടുവയുടെ കാൽപ്പാട് കാണുവാനുണ്ടായിരുന്നു. ഊഹിച്ചതുപോലെ ഉഗ്രനാണവൻ. ഇരകളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് കടുവ ഇങ്ങനെ മുരങ്ങുന്നത് എന്ന് അന്ന് മനസ്സിലായി. മറ്റൊന്നുകൂടി പറയാം. ഒരിക്കൽ മഴയത്ത് വെച്ച് കെട്ടിയ ആൾപ്പാർപ്പില്ലാത്തൊരു കെട്ടിടത്തിലേക്ക് ഞാൻ കയറി ചെല്ലുവാനിടയായി. മുകളിലേക്ക് നോക്കിയപ്പോൾ ഉത്തരത്തിലൂടെ ഒരു ചേരപ്പാമ്പ് എഴിഞ്ഞു നടക്കുന്നു. അതിൻ്റെ അടുത്തുകൂടി 2-3 എലികൾ ചാടി നടക്കുകയാണ്. ഭയപ്പെട്ടിട്ടാണെന്ന് കണ്ടാൽ അറിയാം. അവ ചാടുമ്പോൾ ചേരയുടെ ദേഹത്ത് ചിലപ്പോൾ മുട്ടുന്നുമുണ്ട്. എന്നാൽ തലയുടെ അടുത്ത് വരെ എത്തിയാലല്ലേ ചേരയ്ക്ക് ചാടി പിടിക്കുവാനൊക്കൂ. ചേര അതിനു വേണ്ട ലാക്ക് നോക്കി എഴയുകയാണ്. അങ്ങനെ ചാടി ഒരു എലി ചേരയുടെ തലയുടെ അടുത്തെത്തി. ചേര ചാടിയതിനെ പിടുത്തവും ഒരുമിച്ച് കഴിഞ്ഞു. ചേരയുടെ വായിലകപ്പെട്ട എലിയുടെ നിലവിളി കേട്ടപ്പോഴാണ് മറ്റ് 2 എലികളും ഓടി മറഞ്ഞത്. കിട്ടിയതിനെയും കൊണ്ട് ചേരയും പോയി. ഈ എലികൾക്ക് ചേര ശത്രുവാണെന്നറിയാം. അതിനെ കണ്ടപ്പോൾ ഓടിപ്പോയാൽ മതിയായിരുന്നു. അവർക്ക് അപകടമുണ്ടാവില്ല. പക്ഷെ അവയ്ക്കതിന് കഴിയുന്നില്ല. പ്രകൃതിയുടെ ഓരോരോ സൂത്രങ്ങൾ. ഇനി ആനകളുടെ ജലോത്സവത്തെക്കുറിച്ച് പറയാം. ഞാൻ പല ഊറുകളിലും പോയിട്ട് പോത്തുവേട്ട നടത്തിയിട്ടുണ്ട്. എങ്കിലും ആനക്കുളം ഊറിൽ ഇന്നുവരെയും പോകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഓറാണ്. അവിടേക്ക് പോകാത്തതിനുള്ള കാരണം ആനക്കുളത്തേക്കുള്ള വഴി കോതമംഗലത്തു കൂടിയാണ്. കവളങ്ങാട്ട് താമസക്കാരായ ഞങ്ങൾക്ക് നേര്യമംഗലം, മന്നാങ്കണ്ടം, കല്ലാറ മുതലായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് സൗകര്യവും പിന്നെ എളുപ്പവും. എന്തായാലും ആനക്കുളത്തിനൊന്ന് പോകുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അവിടെ പോയിട്ട് വേട്ടയാടിയ ഒരു കൂട്ടുകാരനുണ്ട് എനിക്ക്, ചുള്ളിങ്ങൽ മത്തായി. ഞാൻ മത്തായിയോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പോകാമെന്ന് മത്തായിയും പറഞ്ഞു. നിശ്ചിത ദിവസം തന്നെ ഞാനും മത്തായിയും കൂടി പൂവത്തെങ്കിൽ പാപ്പി, കുളമ്പിനാൽ ദേവസി എന്നീ ചുമട്ടുകാരുടെ ഒപ്പം ബസ്സിന് പുറപ്പെട്ടു. നേര്യമംഗലത്തിനും അപ്പുറം 6-ാം മൈലിൽ വണ്ടി ഇറങ്ങി നേരെ വടക്കോട്ട് നടന്നു. മുട്ടുകാനം പറമ്പിലും വടക്ക് വശത്ത് കരിന്തിരി പുഴയിലും അന്ന് രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് യാത്ര തുടർന്നു. കൊടും കാട്ടിലൂടെയാണ് പോക്ക്. 2-3 ആനക്കൂട്ടങ്ങളെ കണ്ടു. അതിനെയൊക്കെ വഴി മാറി കടന്നുപോയി. കുറെ അങ്ങനെ ചെന്നപ്പോൾ ഒരു ഫർലോങ് അകലെയായിട്ട് ഒരു പുൽമേട്ടിൽ 2 ജന്തുക്കൾ നിൽക്കുന്നു. കടുവയാണെന്നാണ് തോന്നിയത്. എന്തായാലും ഒന്നിനെ ലാക്കാക്കിയിട്ട് ഞാൻ നിറയൊഴിച്ചു. അത് അവിടെ തന്നെ മറിയുകയും ചെയ്തു. വീണ മൃഗത്തെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇണ.
അത് ഓടുവാനോ ഒളിക്കുവാനോ ശ്രമിക്കുന്നില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കടുവയല്ല എന്ന് മനസ്സിലായത്. അതിൻ്റെ ആകൃതി ചെന്നായയുടെയാണ്. എന്നാൽ വലിപ്പം വളരെ കൂടുതലുണ്ട്. അടുത്തേക്ക് ചെല്ലാം, ഉപദ്രവിക്കാനായിട്ട് വന്നെങ്കിൽ വെടിവെച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചുമട്ടുകാരൻ ദേവസി ഒരു വാക്കത്തിയും എടുത്തുകൊണ്ട് എൻ്റെ മുൻപിൽ കയറി നടന്നു. അടുത്ത് ചെന്നതും ആ മൃഗം ഓടിപ്പോയി. ചെന്നായ തന്നെയാണ്. എന്നാൽ ഇത്രയും വലിപ്പമുള്ള ചെന്നായ്ക്കളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ നായ്ക്കളുടെ വലിപ്പമുള്ള വലിയ ചെന്നായ്ക്കളെ കണ്ടിട്ടുണ്ട്. ഇത് അതിലും വലുതാണ്. ഇത് മറ്റൊരു വർഗമായിരിക്കണം. ഒരു മനുഷ്യനെ പിടിക്കുവാനുള്ള കരുത്തുണ്ടതിന്. നടപ്പാവട്ടെ കടുവയുടെ രീതിയിൽ ഇണയുമൊത്താണ്. ചെറിയ ചെന്നായ്ക്കൾ സാധാരണ കൂട്ടമായിട്ടാണ് സഞ്ചാരം. കഥ ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. TM മിട്ടൻ ഇവിടെ പറയുന്ന ചെന്നായ് ഇനം എന്തായിരിക്കും? ഒരു സാധാരണ ചെന്നായ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അസാധാരണ വലിപ്പമുള്ള ഒരു ചെന്നായ. മറ്റ് ചെന്നായ്ക്കളുടെ ജീവിത രീതിയുമല്ല ഇതിനുള്ളത്. ചിലപ്പോൾ ആ ഇനം വംശനാശം വന്നു പോയിരിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേട്ടക്കാർ മികച്ച ചരിത്രകാരന്മാർ കൂടിയാണെന്ന്. നമ്മുടെ വനത്തിൽ അസാധാരണ വലിപ്പമുള്ളൊരു ചെന്നായ് ഇനം ഉണ്ടെന്ന് TM മിട്ടൻ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതുപോലെ എത്രയെത്ര ജീവികളായിരിക്കും നമുക്ക് ചുറ്റും വംശനാശം വന്നും അതുപോലെ ഇനിയും കണ്ടെത്താതെയും കിടക്കുന്നത്. കഥയിലേക്ക് മടങ്ങാം. ഞങ്ങൾ നടന്ന് ആനക്കുളം ഓറിൻ്റെ അടുത്തെത്തി. ഒരളയിൽ അരി വെച്ച് ഊണും കഴിച്ചു. അടുത്തുള്ള ചിറക്കുളം ഓറിൽ പോയി നോക്കി. അവിടെ ഒരു പോത്തിൻ്റെ അവശിഷ്ടം കിടപ്പുണ്ട്. ചീഞ്ഞു നാറി തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത ദിവസം ആരോ വെടിവെച്ചതായിരിക്കണം. അതുകൊണ്ട് ആ ഊറിലേക്ക് പോത്തുകൾ വരുന്നില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള കാനാ ഊറിലേക്ക് പോയി. അവിടേക്ക് ഒരു കൂട്ടം പോത്തുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അവിടെയുള്ള ഓരോ മരക്കൂട്ടത്തിനിടയിലാണ്. അതുകൊണ്ട് നിലാവെളിച്ചം കിട്ടില്ല. പോത്ത് വന്നാൽ ലൈറ്റ് കൊണ്ട് വേണം വെടിവെക്കുവാനായിട്ട്. അതാകട്ടെ അത്ര സുമാറുമുള്ള വെടിയുമല്ല. ചിലപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ വെടിവെക്കും മുൻപായിട്ട് മൃഗം ഓടിപ്പോയെന്ന് വരാം. അതുകൊണ്ട് അടുത്ത് തന്നെയുള്ള പരിന്തറക്കുളം ഊറിലേക്ക് പോയി. അവിടെയും അടുത്ത ദിവസം ആരോ പോത്തിനെ വെടിവെച്ചതിൻ്റെ അടയാളവും മണവുമുണ്ട്. പോത്ത് അവിടേക്കും വരുന്നില്ല. അടുത്തടുത്ത് 3 ഊറുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ പോത്തിനെ കാണുവാനായിട്ട് കഴിയും. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പ്രധാനപ്പെട്ട ഊറ് ചിറക്കുളം ഊറാണ്. ഒരു മരം പോലുമില്ലാത്ത വെളിമ്പറമ്പിൻ്റെ അരികിലാണത്. നല്ല നിലാവെളിച്ചവും കിട്ടും. ഒളി കെട്ടുവാനായിട്ട് സൗകര്യത്തിന് ഏതാനും മരങ്ങളുമുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഊറിൻ്റെ തൊട്ടടുത്തായിട്ട് വിശാലമായിട്ടുള്ളൊരു പാറയുണ്ട്. 3 പോത്തിൻ്റെ മാംസം ആ പാറയിൽ നിരത്തിയിട്ട് ഉണങ്ങുവാനായിട്ട് കഴിയും. രാത്രിയിൽ കിടക്കുവാൻ പറ്റുന്ന നല്ല അളയുമുണ്ട്. നായാട്ടിന് ഇത്രമാത്രം സൗകര്യമുള്ളൊരു സ്ഥലം ഇതുപോലെ വേറെയില്ല. ഞാൻ ഇതുപോലെ മറ്റൊന്ന് വേറെ എവിടെയും കണ്ടിട്ടുമില്ല. ഈ സ്ഥലത്തിൻ്റെ പൊതുവെയുള്ള പേരാണ് ആനക്കുളം. ഈ സ്ഥലത്തിന് ഈ പേര് ലഭിക്കുവാനായിട്ടൊരു കാരണമുണ്ട്. മുൻപ് പറഞ്ഞല്ലോ പരിന്തറക്കുളം ഊറിൻ്റെ കാര്യം. അതിൻ്റെ അടുത്തുകൂടിയാണ് കരിന്തിരിപ്പുഴ ഒഴുകുന്നത്. ഈ പുഴയുടെ നടുക്ക് ആനകൾ വെള്ളം കുടിക്കുന്നൊരു ഊറുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ഉറവ് വെള്ളം തള്ളി വരുന്നത് പോലെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഒരു ഉറവ മുകളിലേക്ക് തള്ളി വരുന്നുണ്ട്. എന്നാൽ ഈ ഉറവ് വെള്ളം ആനയ്ക്ക് മാത്രമാണ് കുടിക്കുവാനായിട്ട് കഴിയൂ. തുമ്പിക്കൈ പുഴയിലേക്ക് ആഴ്ത്തി ഉറവ് വെള്ളം വലിച്ചെടുത്ത് കുടിക്കുകയാണ് ആന ചെയ്യുന്നത്. ആനകളുടെ ഈ വെള്ളം കൂടി കാണുവാനായിട്ട് നല്ല രസമാണ്. വളരെ അടുത്ത് നിന്ന് കാണുവാനുള്ള സൗകര്യവുമുണ്ട്. ഊറിൻ്റെ വടക്ക് വശത്തുള്ള പുഴവക്ക് വളരെ പൊക്കമുള്ളതാണ്. അവിടേക്ക് ആന വലിഞ്ഞു കയറാറില്ല. അതുകൊണ്ട് അവിടെ നിന്നാൽ നല്ല സുഖമായിട്ട് ഈ കാഴ്ചകൾ കാണാം. ഞാൻ അനേക സ്ഥലത്ത് വെച്ച് കൂട്ടാനകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുറസായ സ്ഥലത്ത് വെച്ച് ഇത്രയും അടുത്ത ആനകളെ കണ്ടിട്ടില്ല. ആനകൾ ഊറുവെള്ളം കുടിക്കുവാനായിട്ട് വരുന്നത് പകൽ 1 മണി മുതലാണ്. ഞങ്ങൾ ചെന്നതാവട്ടെ 2:30 മണിക്കാണ്. അപ്പോൾ പുഴ നടുവിൽ ഊറിനടുത്തായിട്ട് 42 ആനകളുണ്ട്. ഒരെണ്ണം ഊറ് കുടിക്കുന്നു. കുടിച്ച് വയറ് നിറയുമ്പോൾ അത് മാറിപ്പോവും. അപ്പോൾ മറ്റൊന്ന് കുടിക്കുവാനായിട്ട് തുടങ്ങും. അവരുടെ വയറ് നിറയുവാനായിട്ട് നല്ല താമസമുണ്ട്. പൈപ്പ് വെള്ളം ശേഖരിക്കുവാനായിട്ട് പെണ്ണുങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ കാഴ്ച. മനുഷ്യരെ പോലെ ക്യൂ നിൽക്കുന്ന ഏർപ്പാടൊന്നും ആനയ്ക്കില്ല. ശക്തം വരുമ്പോൾ അശക്തൻ വഴി മാറി കൊടുക്കണം. ഇല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തും. കൂടുതൽ കരുത്തിനെത്തുമ്പോൾ അവനും വഴി മാറും, അല്ലെങ്കിൽ മാറ്റപ്പെടും. ഇങ്ങനെ 100 ആന വരെ ഊറ് കുടിക്കുവാനായിട്ട് ഒത്തുകൂടുന്നത് മത്തായി കണ്ടിട്ടുണ്ട്. 4 മണിയാകുമ്പോഴേക്കും എല്ലാ ആനകളും വന്നു ചേരും. ഏതാണ്ട് രാത്രി 10 മണി വരെ ഈ കുടിയും പിടിയും തുടരും. ആ സമയത്ത് അവിടെ നിൽക്കുവാനായിട്ട് തന്നെ പേടിയാവും. അത്രയ്ക്കും ഉച്ചത്തിലുള്ള നിലവിളിയാണ്. ഒന്നിനെ കുത്തി മാറ്റുമ്പോൾ അത് അത്യുച്ചത്തിൽ നിലവിളിക്കും. ചെവി തുളഞ്ഞു പോകുമെന്ന് തോന്നും. കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു കാഴ്ചയാണിത്. 6 മണി വരെ ഞങ്ങൾ നോക്കി നിന്നു. അവിടെ നിന്നും പോകുവാനായിട്ട് തോന്നിയില്ലെങ്കിലും പോകേണ്ടി വന്നു. കാരണം പോത്തിനെ വെടിവെക്കണമല്ലോ. പോത്തുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. മുൻപ് പറഞ്ഞ കാന ഊറിലേക്കാണ് അവയുടെ വരവ്. ഞങ്ങൾക്ക് ഒളി അല്പം നന്നാക്കാനുമുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവ ഊറ് കുടിയും കഴിഞ്ഞ് അടുത്ത് തന്നെ വെറുതെ അങ്ങ് നിൽക്കുന്നു. ഞാനും മത്തായിയും മാത്രമാണുള്ളത്. ഞങ്ങളിൽ നിന്നും കേവലം 2 ഫർലോങ് അകലത്തിലാണ് അത് നിൽക്കുന്നതും. എങ്കിലും ഞങ്ങളെ കണ്ടതും തലയും പൊക്കി ഓടുവാനായിട്ട് അവ തയ്യാറെടുത്തു. പന്തയ ഓട്ടക്കാരെ പോലെ അവർ ഇപ്പോൾ തയ്യാറാണ്. ഞങ്ങൾ അനങ്ങിയാൽ മതി, ചാട്ടവും ഓട്ടവും ഒന്നിച്ചു കഴിയും. അതാണ് നിലവിലെ നില. ഏറ്റവും വലുതിൻ്റെ കൈപ്പലക നോക്കി ഞാൻ നിറയൊഴിച്ചു.
അത് അവിടെ തന്നെ മറഞ്ഞു. മറ്റുള്ളവ ഓടി മറഞ്ഞു. അടുത്തു ചെന്നു. ചത്തിട്ടില്ല. കഴുത്തിട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട്. കൈപ്പലക രണ്ടും കണ്ടിച്ചു പോയി. പെട്ടെന്നൊന്നും ചാവത്തുമില്ല. ചാകാതെ എങ്ങനെയാണ് അടുക്കുക? അപ്പോഴും അടുത്തു വരുന്നവരെ വെട്ടുവാനായിട്ട് അതിന് കഴിയും. ഒരു വെടി കൂടി വെച്ചാൽ മതിയായിരുന്നു. പിന്നെ 2 തോട്ടം മാത്രമാണ് അവശേഷിക്കൂ. അതുകൊണ്ട് വേണം 15 മൈൽ ദൂരം ആനക്കാട്ടിലൂടെ മടങ്ങി പോരുവാനായിട്ട്. എങ്കിലും ഞാൻ ഒരു വെടി കൂടി വയ്ക്കുവാനായിട്ട് തുനിഞ്ഞു. പക്ഷേ ദേവസി സമ്മതിച്ചില്ല. അയാൾ വാക്കത്തിയുമായിട്ട് പോത്തിനോട് അടുത്തു. അയാൾക്കതിനെ വെട്ടുവാനായിട്ട് കഴിഞ്ഞില്ല. തലയുടെ അടുത്ത് ചെല്ലുവാനായിട്ട് പോത്ത് അനുവദിക്കുന്നില്ല. അത് ചീറ്റിക്കൊണ്ട് ദേവസിയെ വെട്ടുവാനായിട്ട് തുടങ്ങുന്നു. വാക്കത്തി കൊണ്ട് കാര്യം നടക്കില്ല. കൈക്കോടാലി വേണം. കൈവശമുള്ള കൈക്കോടാലിയിൽ നീളമുള്ള കൈയിട്ടു. എന്നിട്ട് ദേവസി ഒറ്റ വെട്ടുവെച്ചു കൊടുത്തു, അതിൻ്റെ കഴുത്ത് നോക്കിയിട്ട്. ആ വെട്ടോട് കൂടിയിട്ട് തെറിച്ചു ചാടിയ രക്തത്തിൽ ദേവസി കുളിച്ചു. കുടത്തിൽ നിന്നും വെള്ളം ഒഴുകുന്ന മട്ടിലാണ് രക്തം തെറിച്ചു വീഴുന്നത്. ഈ രക്തവും മരണസമയത്തുള്ളതിൻ്റെ ശബ്ദവും ഭയങ്കരമായിരുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പ്രയാസമുണ്ടായി. കാരണം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് മുൻപുണ്ടായിട്ടില്ല. അനേകം മൃഗങ്ങളെ ഞാൻ വെടിവെച്ചിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു തവണ മാത്രമാണ് മനപ്രയാസം തോന്നിയത്. ഇത്ര വലിയ ചോരച്ചാട്ടവും ആദ്യമായിട്ടാണ് കാണുന്നത്. കുറെ വിറക് വാരി കൂട്ടി കത്തിച്ചു. മാംസത്തിന്റെ പണിയും അത്താഴത്തിനുള്ള പണിയും ഉടനെ തുടങ്ങി. രാത്രി ആയപ്പോഴേക്കും ഇറച്ചി മുഴുവൻ പാറയിലാക്കി. 4 വശത്തായിട്ട് വലിയ ആഴിയും കൂട്ടി നടുക്കാണ് ഞങ്ങളുടെ ഇരിപ്പ്. ഓറു കുടിക്കുവാൻ വരുന്ന ആന തീ കാണുമ്പോൾ നിലവിളിക്കും. ഞങ്ങളത് കേട്ട് നടുങ്ങും. അവർ മൂവരും മാംസം നുറുക്കുന്നു. ഞാൻ തോക്കുമായിട്ട് കാവലും. നേരം വെളുത്തു. ഒരുവിധം വെളുപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. 10 മണിയോടെ മാംസം പാറയിൽ നിരത്തി തുടങ്ങി. 2 മണിക്ക് മറിച്ചിടലും കഴിഞ്ഞു. ഇനി 3 ദിവസത്തേക്ക് പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞാനും മത്തായും കൂടി പരിന്തറക്കുളം ഊറിൽ ഒളിയിരിക്കുവാനായിട്ട് പോയി. ഇതിൻ്റെ താഴെയാണ് മുൻപറഞ്ഞ പുഴ മധ്യത്തിലുള്ള ഊറ്. അവിടെ ചെന്ന് ആനകളെയും കണ്ട് ഒളിയിലേക്ക് പോകാമെന്ന് വെച്ചു. അന്ന് വളരെ കൂടുതൽ ആനയുണ്ടായിരുന്നു. ഞാൻ എണ്ണി നോക്കി. 80 എണ്ണമുണ്ട്. അപ്പോൾ മത്തായി പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അധികവും പിടിയാനകളാണ്. അപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. കേരളത്തിൽ സ്ത്രീകളാണ് കൂടുതലെന്ന് പത്രത്തിൽ വായിച്ച കാര്യം. നല്ലതാണല്ലോ. വംശവർദ്ധനയ്ക്ക് പെണ്ണുങ്ങൾ കൂടുതൽ വേണം. സോളമന് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നതായിട്ട് വേദപുസ്തകത്തിൽ വായിച്ച കാര്യവും ഓർമ്മയിൽ വന്നു. മൃഗങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ. ഈ കാഴ്ച കണ്ടാൽ അവിടെ നിന്നും പോകുവാനായിട്ട് തോന്നില്ല. കുത്തും കൂടലും നിലവിളിയും പിടിയും കൊമ്പനുമായിട്ടുള്ള പ്രണയപ്രകടനം, കുഞ്ഞാനകളുടെ മുലകുടി എന്നുവേണ്ട എല്ലാം കൂടി രസകരമായൊരു കാഴ്ച തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെട്ടു പോവും. കാരണം ആനകൾ കുത്തും കൂടി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരും. കയ്യിൽ തോക്കില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിൽക്കുമായിരുന്നില്ല. എങ്കിലും പേടിച്ചാണ് നിൽപ്പ്. വലിയ ആനകൾ വയറ് നിറച്ച് കഴിയും വരെ ചെറിയ ആനകൾക്ക് വേറെ ജോലിയുണ്ട്. വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ് തുമ്പിക്കൈയിൽ വെള്ളം കോരിയൊഴിച്ച് കളിക്കും. കളിയുടെ കൂടെ കുട്ടി ആനകൾ തമ്മിൽ കുത്തും കൂടും. അങ്ങനെ കളിക്കുമ്പോൾ ഒന്നിൻ്റെ ദേഹത്ത് മുട്ടിയെന്ന് വരാം, അറിഞ്ഞോ അറിയാതെയോ. പിന്നെ പരസ്പരം കുത്തും നിലവിളിയുമാവും. ഓറ് കുടിക്കുന്ന സ്ഥലത്ത് 2 തുല്യ ശക്തന്മാർ ചെന്ന് പെട്ടാലത്തെ കഥ പറയുവാനുമില്ല. പിന്നെ നടക്കുക കുത്തും കൊലവിളിയുമാണ്. ഒരാന ഒരുത്തനെ കുത്തി മാറ്റി ആ ഉറവിൽ തുമ്പിക്കൈ ആഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. അതിനു മുൻപ് വേറെ ഒരു ആന വന്നവനെ കുത്തി അകറ്റും. അങ്ങനെ ഈ മത്സരം ഏറെ നേരം തുറന്നുവെന്ന് വരാം. വയറ് നിറയാതെ ആരും പോവില്ല. അതുകൊണ്ട് രാത്രി കുറെ ചൊല്ലുമ്പോഴേ ഈ മേളം അവസാനിക്കൂ. അവിടെ നിന്ന് നേരം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. മണി 6 ആയി. 2 മണിക്കൂർ സമയം അവിടെ നിന്നിട്ട് 2 മിനിറ്റ് കടന്നു പോയതുപോലെയാണ് തോന്നിയത്. ഞങ്ങൾ ഒളിയിലേക്ക് ഓടി. കാരണം നേരം ഇരുട്ടിയിരിക്കുന്നു. അപകടമാണ്, വലിയ അപകടം. ഞങ്ങൾ ഒളിയിൽ ചെന്നിരിപ്പായി. ഒളിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു ഫർലോങ് അകലെയായിട്ട് ഒരു വെളിമ്പ്രദേശത്ത് ഒരു ഒറ്റയാൻ പോത്ത് വട്ടം നിൽക്കുന്നുണ്ട്. ഞാൻ തോക്ക് നീട്ടി. മത്തായി തടഞ്ഞു. തോട്ട 2 ഉള്ളൂ. 1 കൂടുതൽ ഈ പോത്തിന് ചെലവാക്കുവാനായിട്ട് നിവൃത്തിയില്ല. ഒരു തോട്ടയെങ്കിലും ഇല്ലാതെ എങ്ങനെ മടങ്ങിപ്പോവും? അതുകൊണ്ട് പോത്ത് അടുത്ത് വന്നിട്ട് വെടിവെച്ചാൽ മതി. മത്തായി പറഞ്ഞത് ഞാനും സമ്മതിച്ചു. തോട്ടയുടെ കുറവ് അവൻ പറഞ്ഞപ്പോഴാണ് ഞാനും ഓർമ്മിച്ചത്. പോത്ത് ആ നില തന്നെ കുറെ നേരം നിന്നു. 4 പാടും നല്ലതുപോലെ പരിശോധിച്ചു. ഇങ്ങനെ അകലെ നിന്നുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് അത് ഊറിലേക്ക് വരൂ. ഞാൻ നൂലിട്ട് നോക്കി. കാറ്റ് പടിഞ്ഞാറാണ്. പോത്തിനിപ്പോൾ നമ്മുടെ മണവും കിട്ടും. വെടിവെക്കട്ടെ ഞാൻ ചോദിച്ചു. അപ്പോഴും മത്തായി തടഞ്ഞു. അത് പോകുവാണെങ്കിൽ പോകട്ടെ. നമുക്ക് ആവശ്യത്തിന് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കിട്ടിയാലും കൂടുതൽ കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ ഒറ്റ വെടിക്ക് അതിനെ കിട്ടണം. അല്ലെങ്കിൽ അത് പോകട്ടെ എന്നായി മത്തായി. ഞാൻ വീണ്ടും നൂല് നോക്കി. കാറ്റ് മാറിയിരിക്കുന്നു. പോത്ത് മെല്ലെ മെല്ലെ അടുത്തേക്ക് വന്നു തുടങ്ങി. അതാ കാറ്റ് വീണ്ടും പടിഞ്ഞാറോട്ട് മാറി. വെടിയുടെ ലാക്കും തെറ്റും. പോത്ത് ഞങ്ങളുടെ നേരെ നോക്കി നിൽക്കുകയാണ്. ആ നിൽപ്പിൽ തലയ്ക്ക് തന്നെ വെടിയേൽപ്പിക്കണം. എങ്കിലാണ് ഒറ്റ വെടിക്ക് മറിയൂ. തലയ്ക്ക് കൃത്യമായിട്ട് നിറയൊഴിക്കണമെങ്കിൽ കുറെ കൂടി അടുത്തേക്ക് വരണം. അല്ലെങ്കിൽ കൊണ്ടില്ല എന്നും വരാം. ഈ നില അല്പനേരം തുടർന്നു. പെട്ടെന്ന് അവൻ കാര്യം മനസ്സിലായതുപോലെ ഒരൊറ്റ ചാട്ടവും വെച്ചു കൊടുത്തു. പിന്നെ അതിനെ കണ്ടുമില്ല. മണം പിടിക്കുവാനായിട്ട് പോത്തിനും പന്നിക്കും മ്ലാവിനും മിടുക്ക് കൂടും. കൂടുതൽ സാമർഥ്യം പന്നിക്കാണ്. പോത്തിന് 2ാം സ്ഥാനം കൊടുക്കാം.
മൂന്നാം സ്ഥാനമാണ് മ്ലാവിനുള്ളൂ. ഒളിയിൽ ഇരിക്കുമ്പോൾ കാറ്റിൻ്റെ ഗതി മനസ്സിലാക്കുവാനായിട്ട് നൂല് കെട്ടിത്തൂക്കും. മൃഗം വരുന്നിടത്തേക്കാണ് കാറ്റെങ്കിൽ താമസിയാതെ വെടിവെക്കണം. അല്ലെങ്കിൽ കാറ്റ് വഴി മനുഷ്യൻ്റെ മണം മൃഗത്തിന് കിട്ടും. കിട്ടിയത് പരമാർത്ഥമാണെങ്കിൽ ഞൊടിയിടയിൽ ഓട്ടവും കഴിക്കും. പിന്നെ അന്ന് രാത്രി അവിടേക്ക് വരികയുമില്ല. ഇത് എല്ലാ നായാട്ടുകാർക്കും അനുഭവമാണ്. ഇങ്ങനെ വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. പന്നിയാണ് മണം പിടിക്കുന്നതിൽ സമർത്ഥനെന്ന് പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം പറയാം. തലക്കോട്ട് കണ്ടത്തിൽ ഞങ്ങൾക്ക് നെല്ലും കപ്പയും കൃഷിയുണ്ട്. ഇത് തിന്നുവാനായിട്ട് പന്നികൾ വരും. പന്നി വരുന്ന വഴിക്കൊരു കുഴിയും താഴ്ത്തി. ഇരുവശവും കയ്യാല വെച്ച് മുട്ടിച്ചു. കുഴിയുടെ മേൽഭാഗം നല്ലതുപോലെ എന്നിട്ട് മൂടി. ചെറിയ ചെടികളും വള്ളികളും അവിടെ നട്ടുപിടിപ്പിച്ചു. പന്നി പതിവ് പോലെ വരും. കുഴിയുടെ വക്കിൽ ചവിട്ടി ചെറിയൊരു ചാട്ടം വെച്ചു കൊടുക്കും. നെല്ലും കപ്പയും ആവോളം തിന്നും. തിരിച്ചും അതേ മട്ടിൽ ചാടിപ്പോവും. 6 കൊല്ലമാണ് ആ കുഴി അങ്ങനെ കിടന്നത്. അതും മണം പിടിച്ച് കുഴി മനസ്സിലാക്കി കളഞ്ഞു. പേടിച്ചോടി വരുമ്പോൾ കുഴി ചാടിയേക്കുമെന്നല്ലാതെ പന്നി കുഴിയിൽ സ്വമേധയാ വന്ന് ചാടില്ല. മുൻകൂട്ടി മണത്തറിഞ്ഞ് വഴി മാറിപ്പോവും. ഞങ്ങൾ രാവിലെ തന്നെ ഒളിയിൽ നിന്നും ഇറങ്ങി. ചുമട്ടുകാരുടെ ഒപ്പം മുൻപ് പറഞ്ഞ അളയിൽ 2 ദിവസം താമസിച്ചു. ശേഷം മാംസവുമായിട്ട് തിരിച്ചു വന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു മീൻവെടിക്ക് പോയി. ഞാനും കക്കാട്ടുകുടി കുഞ്ഞാമു മാപ്പിളയും അയാളുടെ മകൻ കുഞ്ഞു മക്കോനുമാണ് വെടിക്കാര്. കഴുതക്കയത്തിലും പരിസരങ്ങളിലുമാണ് വേട്ട നടത്തിയത്. ഞങ്ങൾ ചെന്ന അന്ന് താമസിച്ചത് മറുനാട്ടിൻ തുരുത്തിലാണ്. കുറെ രാത്രിയായപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതാ തുരുത്തിലേക്ക് കയറി വരുന്നു ഒരു ഉഗ്രൻ കൊമ്പനാന. അവൻ ഈറ്റയും മറ്റും ഒടിച്ചു പറിച്ച് തിന്നുവാനായിട്ട് തുടങ്ങി. ഞങ്ങൾ കിടക്കുന്നത് പുഴയോട് ചേർന്നാണ്. ആന തീറ്റയെടുക്കുന്നതാവട്ടെ തുരുത്തിലെ കാട് പിടിച്ച ഭാഗത്തും. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് നേരെ ചെവ്വേ ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു വിധത്തിലാണ് നേരം വെളുപ്പിച്ചത്. ആന ഞങ്ങളുടെ അടുത്തുകൂടിയാണ് കാട്ടിലേക്ക് കടന്നു പോയത്. ഞങ്ങളിത് കണ്ടില്ല. ഞങ്ങളതിനെ കണ്ടു. ഭയങ്കരനാണ്. രാവിലെ മുതൽ മീൻവെടി തുടങ്ങി. 3 പേർക്കും ധാരാളം കിട്ടുകയും ചെയ്തു. അന്നത്തെ കിടപ്പ് എന്തായാലും മറുനാട്ടിൻ തുരുത്തിലൊക്കില്ല എന്ന് തീരുമാനിച്ചു. ആനയെ പേടിച്ച് കിടപ്പ് കഴുതക്കയത്തിന്റെ നടുത്തുരുത്തിലേക്ക് മാറ്റി. അവിടെ കിടക്കുവാൻ മാത്രമാണ് സൗകര്യമുള്ളൂ. അരി വയ്ക്കുവാനും മീൻ നന്നാക്കുവാനും മറ്റു സൗകര്യമില്ല. പക്ഷെ ഒരു ജന്തുവിനെയും പേടിക്കണ്ട. വഞ്ചിയിൽ കയറി വേണം ഈ തുരുത്തിൽ എത്തുവാനായിട്ട്. ചുറ്റും ആഴമുള്ള വീതി കൂടിയ കയമാണല്ലോ. സുരക്ഷിതമാണ്. മാത്രവുമല്ല ഞങ്ങൾക്ക് വഞ്ചിയുമുണ്ട്. മറുനാട്ടിൻ തുരുത്തി ചെന്നാണ് അരി വയ്ക്കുന്നതും മറ്റും. മീൻവേട്ട നടത്തുന്നതും ഇതിന് സമീപമാണ്. മറുനാട്ടിൻ തുരുത്തിന്റെ ഇരുവശവുമുള്ള കയങ്ങളും കഴുതക്കയവുമാണ് മത്സ്യവേട്ടയ്ക്ക് പ്രസിദ്ധം. 2 ദിവസത്തെ വേട്ടയും കഴിഞ്ഞ് 3-ാം ദിവസം ഉച്ചയൂണും കഴിച്ചിരിക്കുമ്പോൾ അതിലെ വന്ന 2 ഊരാളികൾ ഒരു വാർത്ത കൊണ്ടുവന്നു. അവർ എന്നോട് പറഞ്ഞു, മുതലാളി ഒരു ചെറിയ മ്ലാവിനെ ചെന്നായ ഓടിച്ച് കഴുതക്കയത്തിന്റെ തുരുത്തെ കയറ്റിയിട്ടുണ്ട്. വഞ്ചിയുമായിട്ട് ചെന്നാൽ സൗകര്യമായിട്ട് വെടിവെക്കാം. എന്നിട്ട് അവർ അവരുടെ കുടിയിലേക്ക് പോവുകയും ചെയ്തു. ഉടൻ തന്നെ ഞങ്ങൾ 3 തോക്കുകാരും വഞ്ചിയുമായെത്തി. മൃഗത്തിന് തുരുത്തിൽ നിന്നും ചാടി പോകുവാനായിട്ട് സൗകര്യം വടക്കോട്ടാണ്. തെക്കോട്ട് കയത്തിന് വീതി വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതലായിട്ട് നീന്തേണ്ടി വരും. വടക്കു വശത്തെ കരയിൽ വാപ്പയെയും മോനെയും നിർത്തി ഞാൻ തുരുത്തിൽ കയറി. കേഴമാനായിരുന്നു അത്. ഊരാളി പറഞ്ഞതുപോലെ മ്ലാവല്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെ മാൻ വടക്കോട്ട് തന്നെയാണ് ചാടിയതും പിന്നെ നീന്തി അകന്നതും. ഞാനും വഞ്ചിയിൽ കയറി പിന്നാലെ ചെന്നു. തോക്ക് വഞ്ചിയിൽ വച്ചിരിക്കുകയാണ്. കരയുടെ അടുത്ത് മാൻ എത്താറായി. അവർ 2 പേരും നിറയൊഴിച്ചു. വെടി കൊണ്ടില്ല. ഞാനും വെടിവെച്ചു. അതും ഏറ്റില്ല. മൃഗം വളരെ ചെറുതാണ്. തലയാണ് എല്ലാവരുടെയും ലക്ഷ്യം. കാരണം അതിൻ്റെ ശരീരം വെള്ളത്തിൻ്റെ അടിയിലാണല്ലോ. ഞാൻ അതിവേഗത്തിൽ വള്ളം തുഴഞ്ഞ് കേഴയുടെ മുൻഭാഗത്തെത്തി. മാൻ വഞ്ചിക്ക് ഒഴിഞ്ഞു മാറി നീന്തി പോകുവാനുള്ള ശ്രമമാണ്. ഞാൻ വഞ്ചിയിൽ നിന്നും കയത്തിലേക്ക് എടുത്തു ചാടി. മാൻ കരയുടെ അടുത്ത് എത്താറായി. ഞാൻ മുങ്ങിച്ചെന്ന് അതിൻ്റെ ഒരു കാലി പിടികൂടി. അത് എന്നെയും വലിച്ചുകൊണ്ട് കരയുടെ നേർക്ക് നീന്തുകയാണ്. അവസാനം എനിക്ക് നിലയുള്ള സ്ഥലമായി. കാലുറപ്പിക്കാം. ഞാൻ അവിടെ നിന്നു. കേഴയ്ക്കാവട്ടെ അപ്പോഴും നിലയില്ല. വേഗം വന്ന് അതിനെ അറുത്തു കൊല്ലുവാനായിട്ട് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു. കാരണം അവർക്ക് അറുക്കാതെ കഴിക്കുവാനായിട്ട് കഴിയില്ല. അതോർത്ത് പറഞ്ഞതാണ്. അറുക്കുവാനായിട്ട് കത്തിയാവട്ടെ എൻ്റെ കൈവശമില്ല. തോക്കിലൊട്ടും നിറയുമില്ല. ഞാൻ വിഷമിച്ചു തുടങ്ങി. ചെറുതാണെങ്കിലും അതൊരു കാട്ടുമൃഗമാണല്ലോ. അത് കാല് ശക്തമായിട്ട് കുടയുവാൻ തുടങ്ങി. കുഞ്ഞു മക്കോനും ഇറങ്ങി വന്ന് മറ്റേ കാല് പിടിച്ചു. അവൻ്റെ വാപ്പ കത്തിയെടുക്കുവാനായിട്ട് ഓടി. വഞ്ചിയാണെങ്കിൽ കയത്തിലൂടെ ലക്കും ലഗാനും ഇല്ലാതെ താഴേക്ക് പോവുകയാണ്. എൻ്റെ തോക്കും അതിലാണ്. കുറെ കൂടി ചെന്നാൽ വഞ്ചി കയത്തിൻ്റെ നടുവിലാവും. പിന്നെ അത് തിരിച്ചെടുക്കുവാനായിട്ട് വലിയ പ്രയാസമാണ്. കത്തിക്ക് പോയ ആളെയൊട്ട് കാണുവാനുമില്ല. ഞങ്ങൾ 2 പേരും വിഷമിച്ചു തുടങ്ങി. എന്നാൽ ആ ജന്തുവിനൊട്ട് ക്ഷീണവുമില്ല. കാരണം അത് മരണപ്പിടച്ചിലാണല്ലോ നടത്തുന്നത്. ഒടുവിൽ അതിനെ വെള്ളത്തിലേക്ക് താഴ്ത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷേ കുഞ്ഞു മക്കോൻ സമ്മതിച്ചില്ല. വാപ്പ ഇപ്പോൾ വരും, അവൻ പറഞ്ഞു. കുറെ കഴിഞ്ഞ് വാപ്പ വാക്കത്തിയുമായിട്ട് എത്തി. 2 പേരും കൂടി ഒരു വിധത്തിൽ അതിനെ അറുത്തുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉടൻ തന്നെ വഞ്ചിയും കൊണ്ടുവന്നു. മാംസവും മത്സ്യവും പങ്കിട്ട് ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു. ഞാൻ ഇന്ന് തലക്കോട്ടാണ് താമസിച്ചത്. കാരണം കണ്ടത്തിൽ കുറച്ച് വേലകൾ ചെയ്ത് തീർക്കുവാനുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണിയായി കാണും. കണ്ടത്തിൻ്റെ തെക്ക് വശത്തുള്ള പാറമുടിയിൽ കുറച്ച് വരയാടുകൾ നിൽക്കുന്നു. മുടിയുടെ താഴെ ഇറമ്പിലാണ് അവയുടെ നിൽപ്പ്.
ഞാൻ തോക്കുമായിട്ട് മുടിയിറമ്പിലെത്തി. കൂടെ കൊച്ചുപാപ്പി വൈദ്യനുമുണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ നിൽപ്പ്. കൂട്ടത്തിൽ ഏറ്റവും വലുതിനെ നോക്കി ഞാൻ തോക്കൊഴിച്ചു. ആട് തെറിച്ച് ഞങ്ങളുടെ തലയ്ക്ക് മീതെ കൂടി ഞങ്ങൾ അടുത്ത് തന്നെ വന്നു വീണു. ഏതാണ്ട് 8 തുലാം തൂക്കം വരും അതിന്. വളരെ ഉയരത്തിൽ നിന്നുമാണ് വീഴ്ച. അത് ഞങ്ങളുടെ ദേഹത്ത് മുട്ടിയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ചതഞ്ഞ് മരിച്ചേനെ. ഇത്രയുമായിട്ടും മറ്റുള്ള ആടുകൾ പോയിട്ടില്ല. ഒന്നിൻ്റെ നേർക്കുകൂടി നിറയൊഴിച്ചു. വെടിയേറ്റ മൃഗം അവിടെ കിടപ്പായി. അതിനെ കാണുവാനായിട്ട് വയ്യ. അതോടെ മറ്റുള്ളവ ഓടി മറഞ്ഞു. മുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ കിടക്കുന്ന ആടിൻ്റെ തല അല്പം മാത്രം കാണാം. ചെവി ആവട്ടെ അനങ്ങുന്നുമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി മുടി മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. കുറേ അങ്ങ് ചെന്നപ്പോൾ വീണ് കിടക്കുന്ന ആടിനെ കണ്ടു. അവിടെ നിന്നുകൊണ്ട് വീണ്ടും വെടിവെക്കുവാനായിട്ട് കഴിയില്ല. കാരണം കടും തൂക്കായിട്ടുള്ള ഭാഗമാണ്. ഒരു 30 അടി കൂടി മുകളിലേക്ക് കയറിയാൽ നിരപ്പുള്ളൊരു ഭാഗം വരും. അവിടെ എത്തിയാൽ എന്തുകൊണ്ട് സൗകര്യമാണ്. ഞങ്ങൾ കയറ്റം കയറി തുടങ്ങി. ആട് ഇതിനോടകം ഞങ്ങളെ കണ്ടുവെന്ന് തോന്നുന്നു. അത് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഒക്കിക്കൊത്തി നടന്നു പോവുകയാണ്. വെടിവെക്കുവാനായിട്ട് നിവൃത്തിയില്ല. ആടാണെങ്കിൽ ഇപ്പോൾ കാണുവാൻ കഴിയാത്ത വിധം അകലത്തിലുമെത്തി. പിന്തുടരുവാനായിട്ട് സാധ്യമല്ല. ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇറക്കം ഇറങ്ങി തുടങ്ങി. വലിയ പ്രയാസമാണ്. കയറുവാനായിട്ട് ഇത്ര പ്രയാസമില്ലായിരുന്നു. ആടിനെ കിട്ടുമെന്ന പ്രത്യാശ ഉണ്ടായിരുന്നല്ലോ. താഴേക്ക് നോക്കി വേണം മല നടന്നിറങ്ങുവാനായിട്ട്. അപ്പോൾ തല ചുറ്റും. മുകളിലേക്ക് നോക്കിക്കൊണ്ട് കുന്നിറങ്ങിയാൽ കാൽ ചവിട്ടുവാനുള്ള പാടുകൾ കാണുവാനായിട്ട് കഴിയില്ല. എന്താണ് ചെയ്യുക? വല്ലാതെ വിഷമിച്ചു. കുറേ നേരം പലതും ആലോചിച്ച് അങ്ങനെ നിന്നു. അപ്പോഴതാ ഒരു മുളയുടെ തലയ്ക്കും പാറയിൽ മുട്ടി നിൽക്കുന്നു. അതിൽ പിടിച്ച് താഴെ ഇറങ്ങാമെന്ന് ഉറച്ചു. അവിടം വരെ ചെന്നെത്തുവാനായിട്ട് വലിയ പ്രയാസമുണ്ടായില്ല. കാരണം അത് മുടിയുടെ ഒരു വശത്തായിരുന്നു. ഇല്ലിത്തലപ്പിൽ പിടിച്ചുകൊണ്ട് കീഴോട്ട് പാറപ്പുറത്തുകൂടി കുറേ ദൂരം അങ്ങനെ ഇറങ്ങി. പിന്നെ ഇല്ലി ആവട്ടെ വളഞ്ഞു വരുന്നില്ല. ശക്തമായിട്ട് ഞാൻ പിടിച്ചു വലിച്ചു. ഠേ എന്നൊരു ശബ്ദത്തോടെ ഇല്ലി ഒടിഞ്ഞു. ഞാനും ഇല്ലിയുടെ തലയ്ക്കവും കൂടി ഒരു വലിയ ശബ്ദത്തോടെ നേരെ താഴേക്ക് പതിച്ചു. ഭാഗ്യത്തിന് അധികം ഉയരത്തിൽ നിന്നുമായിരുന്നില്ല വീണത്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. കൂട്ടുകാരനാവട്ടെ ഞാൻ വീണതും നോക്കി നിൽക്കുകയാണ്. മലയുടെ മുകളിൽ മറ്റൊരു ഇല്ലിത്തലയ്ക്കമുണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് അയാളും മെല്ലെ താഴെ ഇറങ്ങി. ഇതുമൂലം ചില കാര്യങ്ങൾ പഠിക്കുവാനും ഒത്തു. ഒരു കാരണവശാലും മുകളിൽ നിൽക്കുന്ന ആടിനെ നേരെ താഴെ നിന്നുകൊണ്ട് വെടിവെക്കരുത്. അത് വലിയ ആപത്തിനിടയാക്കും. മുടിയുടെ മുകളിൽ കയറുവാനല്ല, ഇറങ്ങുവാനാണ് പ്രയാസം. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ആശാൻ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഉടൻ തന്നെ മറ്റൊരു കഥയുമായിട്ട് വരാം. മറ്റൊരു കഥയാണ്. അത് ചിലപ്പോൾ വേട്ടക്കഥയായിരിക്കില്ല, ചിലപ്പോൾ വേട്ടക്കഥയായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ കഥയ്ക്ക് ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യുവാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി മറന്നു, ബെൽ ബട്ടൺ. അതും പ്രധാനമാണ്.